ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് പഴഞ്ഞി പള്ളി പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വേറെ എവിടെയല്ല, അച്ചാച്ചൻ്റെ വീട്ടിലാണ്. അതായത് ഏട്ടൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അത് അച്ചാച്ചൻ്റെ വീട് എത്തി. അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോയി വന്ന ശേഷമാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മോളാണെങ്കിൽ പെരുന്നാൾ കാണാൻ പോകാനുള്ള ഇൻട്രസ്റ്റിലാണ് കേട്ടോ. തലയിലൊക്കെ ഞാൻ തൊപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം പനിയും ജലദോഷമൊക്കെ ഇപ്പം അങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ. അപ്പം പിന്നെ വീണ്ടും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തലയിൽ തൊപ്പി തലേന്ന് രാത്രി എടുത്തിട്ടില്ല. ഫുൾ ടൈം പുറത്തിറങ്ങുമ്പോൾ തൊപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലും ഒക്കെ ഇങ്ങനെ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലും പടക്കവും പൂത്തിരിയൊക്കെ പിള്ളേരൊക്കെ കൂടിയിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പെരുന്നാളായാൽ പിന്നെ പടക്കമില്ലാത്ത എന്ത് ആഘോഷമാണല്ലേ. അപ്പോൾ പടക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീക്ക്നെസ്സാണ്. ആഘോഷങ്ങൾക്കൊക്കെ പടക്കം ഉണ്ടെങ്കിലാണ് ഒരു വീടിന് തന്നെ ഒരു ഉണർവുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഫുള്ള് പടക്കമാണ്, ആകെ പുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അവിടെ റാസ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റോഡ് സൈഡിലോട്ട് നീങ്ങി കേട്ടോ. അപ്പോൾ അത് റാസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ റാസൊക്കെ പോയി. നമ്മുടെ രാത്രി പെരുന്നാൾ സ്റ്റാർട്ടായിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് കാണാം. തലയിലേക്ക് വരുമോ എന്തോ പോലെ തോന്നി. പിന്നെ ഫുള്ള് പടക്കം പൊട്ടിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായെന്ന് മനസ്സിലായി. കാരണം പെരുന്നാൾ വരുമ്പോഴേക്കും നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ അതെല്ലാവരും ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ പിന്നെ പുന്നൂസിനാണെങ്കിൽ ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനി അവരെ കഴിച്ചിട്ട് വേണം നമുക്ക് കഴിക്കാൻ. ചോറല്ല കേട്ടോ, ബിരിയാണിയാണേ. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ഓരോരുത്തരായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി അവരെ കഴിച്ചിട്ട് വേണം നമുക്ക് കഴിക്കാൻ. ബിരിയാണിയും ചിക്കനും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പെരുന്നാൾ വന്നു. നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ആനേനെ കയറ്റി കേട്ടോ. അങ്ങനെ രാത്രി പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ആന ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇനി നാളെ ഉച്ചയാകുമ്പോൾ പിന്നെയും വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും ആനനെ തൊട്ടു. ആന നമ്മുടെ വീടിൻ്റെ ഗ്രൗണ്ടിൽ കയറി നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഉള്ളിൽ പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ആനയായ കാരണം എല്ലാവർക്കും ഇഷ്ടമുണ്ട്, പേടിയുണ്ട് അതേസമയം. അപ്പോൾ എന്തായാലും ആനതേ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ രാത്രി പെരുന്നാൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വർത്താനം പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്നു. എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല, കുറേ റിലേറ്റീവ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ വീട് ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പോകാൻ തന്നെ വിചാരിക്കണേ. പക്ഷേ ഇപ്പോൾ ഒന്നും പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും റോഡിൽ. റോഡ് ഒന്ന് ശാന്തമായ ശേഷം മാത്രമായിരിക്കും നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഉറക്കത്തിൻ്റെ കാര്യം കട്ടപ്പുക. എന്തായാലും നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഇവിടെ ഉണ്ടാവും, നമ്മളിങ്ങനെ പോകുന്നുള്ളൂ.
അങ്ങനെ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മളിവിടെ ഹാജരായിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ എല്ലാവരും ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കാണും. കാരണം പിന്നെയും നമ്മൾ ഉറങ്ങി എണീക്കാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ രാവിലെ വെള്ളയപ്പവും ഇറച്ചിക്കറിയൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ പൊന്നൂസും അവിടുത്തെ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് ഫുള്ള് കളിയായിരുന്നു കേട്ടോ. ഏറുപടക്കൊക്കെ ഏറുപടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു പടക്കത്തിലേക്ക് എൻ്റെ പേരൊന്നും അറിയില്ല. ആ പടക്കൊക്കെ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിച്ച് കളിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു അത് താഴെ ഇടുമ്പോഴേക്ക് പൊട്ടണ കാണാനൊക്കെ ആയിട്ട്. അത് എറിഞ്ഞിങ്ങനെ കളിക്കുന്നുണ്ട്. ഡാഡി വരുന്നുടാ, ഡാഡി ചോറിനും കൊടുക്ക്, ഡാഡി ചോറിനും കുത്തോ. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ വീടിൻ്റെ പല ഭാഗത്തായിട്ട് പലരും ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. എന്തായാലും പെരുന്നാൾ വരെ ഉച്ചയൊക്കെ ആവുമല്ലോ, അതുവരെയും സമയമുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഇരുന്ന് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെരുന്നാൾ കാത്ത് എല്ലാവരും വർത്താനം ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെരുന്നാളിൻ്റെ കൊട്ട് കേട്ടത്. അപ്പോൾ അതെ നമ്മൾ പെരുന്നാളിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ പെരുന്നാളിന് ഒന്നല്ല ഗൈസ്, 2 ആനകളെയാണ് കേട്ടോ നമ്മൾ മുറ്റത്ത് കയറ്റാൻ പോകുന്നത്. അതൊരു പ്രത്യേക വൈബായിരുന്നു. എല്ലാവരും പേടിച്ച് പറിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് തന്നെ. കുറേ ആൾക്കാർ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ പെരുന്നാളും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ ശിങ്കാരിമേളം കൊട്ടാൻ പോവാ. അതൊന്ന് വരുന്നിട്ട് ആ അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പള്ളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ ചോറൊക്കെ വാങ്ങി. അങ്ങനെ പള്ളിയിലത്തെ ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷനൊക്കെ ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. എന്നാലും പെരുന്നാൾ കഴിഞ്ഞാലും ഒന്ന് പോകണമല്ലോ. അങ്ങനെ നമ്മൾ പോയിട്ട് ചോറും വാങ്ങി. അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പൊന്നൂസിന് അല്ലറ ചില്ലറ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങി. കണ്ടോ, അവിടെ ഫുള്ള് ഈ ഒരു ഏരിയ നിറയും കളിപ്പാട്ടങ്ങളും. ഇതൊരു സൈഡ് മാത്രമാണ് കേട്ടോ, അപ്പുറത്തെ സൈഡിൽ വേറെയുണ്ട്. അങ്ങനെ ഇതാ പള്ളി ഇതാണ്. അങ്ങനെ ഫുള്ള് അലുവയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫുള്ളും അവിടെ ഓരോ സാധനങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പള്ളി ഇതാണ്. നമ്മളുടെ പള്ളിയില് സദ്യക്ക് വിളമ്പിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർ അനൗൺസ്മെന്റ് പോയിന്റിലേക്ക് വരിക. അവരുടെ പേര് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന കസിൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്ന കാരണം എന്നെ ഇതിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ പള്ളി ഗ്രൗണ്ടിലൊക്കെ കുറേ നേരം നടന്ന ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടെ വന്നവർക്കൊക്കെ അറിയാം, പഴഞ്ഞിപ്പള്ളി പെരുന്നാളിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടൊക്കെ ഇവിടെ വന്നവർക്ക് ഇത് കണ്ടവർക്കൊക്കെ അറിയാം. അത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.